തൂണാൾ എന്തൊക്കെ പാടേ പത്തല. ഇന്ന് രാവിലെ തന്നെ നമ്മൾ ഒരു കംപ്ലൈൻറ്റ് എന്താണെന്നുള്ളത് ഞങ്ങൾക്ക് പറഞ്ഞുതരാം. നമ്മൾ ബലാനോ 2019 മോഡല്, അതിൻ്റെ ക്ലച്ച് ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് വന്നതാണ്. ക്ലച്ച് പെഡൽ പറ്റ ഫ്രീ ആണെന്ന് പറഞ്ഞുകൊണ്ട് വണ്ടി വന്നതാണ്. അപ്പോൾ നമ്മൾ നോക്കിയപ്പോൾ ഗിയർ ബോക്സിൻ്റെ ഉള്ളിലത്തെ സിലിണ്ടർ ലീക്കാണ്. കണ്ടോ? അതായത് ബ്രേക്ക് ഓയിൽ കംപ്ലീറ്റ് ഗിയർ ബോക്സിനുള്ളിലേക്ക് ഇറങ്ങി ഈ സിലിണ്ടർ ലീക്കായി. ആകെ 19,000 2019 മോഡല് 40,000 കൂടെ വണ്ടിയാണ്. സിലിണ്ടർ ലീക്കായി. എന്തായാലും സിലിണ്ടർ മാറണമെന്നുണ്ടെങ്കിൽ ഗിയർ ബോക്സ് അയക്കണം. അപ്പോൾ നമ്മൾ ക്ലച്ച് ഡിസ്കും കൂടി നോക്കിയപ്പോൾ അത് ഓയിൽ തട്ടിയിട്ട് പറ്റ സ്ലിപ്പായിക്കണം. കണ്ടാ? ഈ ക്ലച്ച് ഡിസ്ക് ഓടാനുള്ളതില്ല. അപ്പോൾ എന്തായാലും ക്ലച്ച് ഡിസ്ക് മാറണം, പ്രഷർ പ്ലേറ്റ് മാറണം, ഫ്ലൈ വീല് കട്ട് ചെയ്യണം. ഒറിജിനൽ ക്ലച്ച് റിലീസ് ബെയറിങ് വന്നിട്ടുണ്ട്. പിന്നെ ക്ലച്ച് ഡിസ്ക് ഒറിജിനൽ നമുക്ക് വന്നിട്ടുണ്ട്. കസ്റ്റമറാണ് കൊടുത്തിട്ടുള്ളത്. ഇതൊക്കെയാണ് ഒറിജിനൽ സാധനം തന്നെ വന്നിട്ടുണ്ട്. 3447 റിലീസ് ബെയറിങ് 3821. പിന്നെ ഗിയർ ഓയിൽ ക്യാഷ് ഓൺ 2 ഗിയർ ഓയിലും വന്നിട്ടുണ്ട്. ഓക്കെ, ഏതായാലും നമ്മൾ സെറ്റ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ഇതൊക്കെയാണ് ഒറിജിനൽ റിലീസ് ബെയറിങ്. ഒക്കെ കമ്പനി സാധനം തന്നെ. ക്ലച്ച് ഡിസ്കും വന്നിട്ടുണ്ട്. സെറ്റ് ചെയ്യാൻ വേണ്ടി പോകണം. 2001 മാസം 2026 മാനുഫാക്ചറിങ്ങുള്ള ക്ലച്ച് ഡിസ്ക്കാണ്. ഓക്കെ, ഏതായാലും സെറ്റ് ചെയ്യാൻ വേണ്ടി പോവാണ്. വർക്ക് കംപ്ലീറ്റ് അതിൻ്റെ ശേഷം ബാക്കിയുള്ള കാണിച്ചു തരാം. അത് ക്ലീൻ ആക്കട്ടെ. അപ്പോൾ നമ്മൾ ക്ലച്ച് ഡിസ്ക് സെറ്റ് ചെയ്തിട്ടുണ്ട്. ക്ലച്ച് ഡിസ്കൊക്കെ പക്ക ഫുള്ള് സെൻറ്റർ പക്കാക്കി സെറ്റ് ചെയ്തിട്ടുണ്ട്. ഗിയർ ബോക്സ് നല്ല ക്ലീനാക്കി പുതിയ റിലീസ് ബെയറിങ്ങും സെറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മളെ ബലാനോൻ്റെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. കാണിച്ചു തരാം. ഓടിച്ച് നോക്കാനും കൂടി ഉണ്ട്. കണ്ടോ? ക്ലച്ചിൻ്റെ കംപ്ലീറ്റ് വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. വണ്ടി നിലത്തിറക്കാൻ വേണ്ടി പോവാണ്. നിലത്തിറക്കുക, ടെസ്റ്റ് ഡ്രൈവ് അടിക്കുക, കസ്റ്റമറിനെ വിളിക്കുക, കൊടുക്കുക. അപ്പോൾ നമ്മുടെ ബലാനോൻ്റെ ക്ലച്ച് വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. സംഭവം അടിപൊളിയായിട്ടുണ്ട്. ഇനി എന്തായാലും കസ്റ്റമറിന് വിളിക്കുക, വണ്ടി കൊടുക്കുക. അപ്പോൾ നമ്മൾ ഒറിജിനൽ ക്ലച്ച് ഡിസ്ക് കാണിട്ട് ഒറിജിനൽ റിലീസ് ബെയറിംഗ് കാണിട്ട് ഒക്കെ കസ്റ്റമറിന് നമുക്ക് കൊടുക്കുന്നതിൽ നമ്മൾ കൊട്ടേഷൻ കൊടുത്ത് സാധനം പോലെ അവർക്ക് കൊടുക്കുന്നത്. അപ്പോൾ ക്ലച്ച് പെഡൽ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മളെ അടുത്തേക്ക് വണ്ടി വന്നത്. അപ്പോൾ ഏതൊരാളും ഡീസൽ വണ്ടി യൂസ് ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ക്ലച്ച് പറ്റ ഫ്രീ ആണെന്നുണ്ടെങ്കിൽ ആദ്യം തല ഒന്ന് താത്തി നോക്കുക എൻജിൻ്റെ അടിക്ക്. അതായത് ഗിയർ ബോക്സും എൻജിനും തമ്മിലുള്ള ആ ഗ്യാപ്പ് കൂടി എന്ത് ചെയ്യുന്നുണ്ടാവും, ബ്രേക്ക് ഓയിൽ ലീക്ക് ഉണ്ടാ ഇല്ലേ എന്നുള്ളത് എന്ത് ചെയ്യുക, ഒന്ന് ചെക്ക് ചെയ്യുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വേറൊരു മെക്കാനിക്കിൻ്റെ ആവശ്യമില്ല, നിങ്ങൾക്ക് തന്നെ എന്ത് ചെയ്യുക, ഐഡൻറ്റിഫൈ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഏതായാലും ഇതിൻ്റെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമ്മളിത് ടെസ്റ്റ് ഡ്രൈവിലാണ് ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, വണ്ടി ഒക്കെ സെറ്റായിട്ടുണ്ട്, അടിപൊളിയായിട്ടുണ്ട്. ഓക്കെ, ഇങ്ങനത്തെ അടുത്തൊരു വർക്കായിട്ട് വീണ്ടും വരാം. ഓക്കെ, ബൈ.